CPM പാർട്ടി കോൺഗ്രസ് മധുരയിൽ ചേരാനിരിക്കെ എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് പിണറായി വിജയനിലേക്കാണ്. 75 വയസ്സ് കഴിഞ്ഞവരെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഒഴിവാക്കുമ്പോൾ ആ കൂട്ടത്തിൽ മുൻ പേരുകാരനാണ് പിണറായി വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രി. ആകെ 17 പേരടങ്ങിയ CPM പോളിറ്റ് ബ്യൂറോയിൽ പിണറായി വിജയൻ അടക്കം 8 പേരും പ്രായപരിധിയായ 75 വയസ്സ് കഴിഞ്ഞവരാണ്. അതിൽ 7 പേരും പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഇറങ്ങുമ്പോൾ പിണറായി വിജയന് മാത്രം ഇളവ് നൽകുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് മാത്രമല്ല, 75 വയസ്സ് കഴിഞ്ഞവർക്കും 2 വട്ടം തുടർച്ചയായ MLA ആയവർക്കും മാറ്റുമെന്ന ചട്ടം കർശനമായി നടപ്പിലാക്കുമെന്നും അറിയിച്ച് CPM ഇപ്പോൾ പറയുന്നത് ഇക്കാര്യത്തിൽ പിണറായി വിജയന് വീണ്ടും ഇളവ് നൽകുമെന്ന് CPM വെളിപ്പെടുത്തുമ്പോൾ KK ശൈലജ അടക്കമുള്ള വനിതാ നേതാക്കളെ ഒഴിവാക്കുന്നതിനവർ എന്ത് ന്യായം നിരത്തുമെന്നുള്ളതാണ് അറിയാനുള്ളത്. സമത്വം വേണമെന്നും സ്ത്രീ പുരുഷ വ്യത്യാസം ആവശ്യമില്ല എന്നും പറയുന്ന CPM പിന്നെ പിണറായി വിജയന് നൽകുന്ന പരിഗണന എന്തുകൊണ്ട് ശൈലജയ്ക്ക് നൽകുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത്. 2016 മന്ത്രിസഭയിൽ അംഗമായിരുന്ന ശൈലജയെ അടുത്ത LDF സർക്കാരിലെ മന്ത്രിസഭയിൽ നിന്നും CPM ഒഴിവാക്കുമ്പോൾ പറഞ്ഞ ന്യായം തുടർച്ചയായി 2 വട്ടം ആരെയും മന്ത്രിയാക്കില്ല എന്നാണ്. അതേ CPM 2ാം വട്ടം പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കി ശൈലജയെ ചതിക്കുകയായിരുന്നു. 2 വട്ടം തുടർച്ചയായി MLA ആയവരെ ഒഴിവാക്കുമ്പോൾ ശൈലജയ്ക്ക് ഇക്കുറി അവസരം ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. അവിടെയും പിണറായി വിജയന് CPM ഇളവ് നൽകുന്നത് വഴി അവർ എന്ത് സന്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത്? വടകരയിൽ നിന്നും MP ആയി ശൈലജയെ ഡൽഹിക്ക് കടത്തി വിവാദം ഒഴിവാക്കാനുള്ള നീക്കം പക്ഷേ ഷാഫി പറമ്പലിന് മുന്നിൽ തകർന്നടിഞ്ഞു. ശൈലജ MLA ആയി കേരളത്തിൽ തന്നെ തുടരുകയും ചെയ്തു. ഇനി രാജ്യസഭ വഴി ശൈലജയെ CPM നാടുകടത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിണറായിയുടെ ശൈലജ വിരോധം വീണ്ടും മറനീക്കി പുറത്തു വരികയാണ്. വലിയ പ്രത്യയശാസ്ത്രങ്ങളെ മുറുകെ പിടിക്കുന്ന പാർട്ടിയാണെന്ന് CPM അവരെ തന്നെ വിശേഷിപ്പിക്കുന്നത്. സമത്വവും സാഹോദര്യവും എല്ലാം ഇല്ലാതാകുന്നിടത്ത് ഇല്ലാത്തവരെ ശബ്ദമായി മാറുമെന്നും പാർട്ടി അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ പാർട്ടി തലപ്പത്തേക്ക് ഏതെങ്കിലും വനിത കടന്നു വരാൻ സാഹചര്യം ഒരുങ്ങുന്നുണ്ടെങ്കിൽ അത് മുളയിലേ നുള്ളുക എന്ന അപ്രഖ്യാപിത നയം CPM നടപ്പിലാക്കുന്നുണ്ട്. KK ശൈലജയ്ക്ക് മാക്സസെ അവാർഡ് ലഭിച്ചതും അവാർഡ് വാങ്ങുന്നതിൽ നിന്നും CPM ശൈലജയെ വിലക്കിയതുമെല്ലാം വാർത്തയായിരുന്നു. മുൻപ് സുശീല ഗോപാലനും KR ഗൗരിയമ്മയ്ക്കുമെല്ലാം CPM കാത്തുവെച്ച ദുർവിധിയാണ് ശൈലജയ്ക്കും കാത്തിരിക്കുന്നത് എന്ന് CPM അനുഭാവികളും ഇടതുപക്ഷ ചിന്തകരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നുണ്ട്. KK ശൈലജയെ പാർട്ടിയിൽ ഒരു വിഭാഗം ഭയക്കുന്നുണ്ടോ? 1ാം പിണറായി സർക്കാരിൽ മികച്ച ആരോഗ്യമന്ത്രി എന്ന സൽപ്പേര് ശൈലജയ്ക്ക് ലഭിച്ചു. സർക്കാരിനും അതിന്റെ പങ്ക് ലഭിച്ചു. 2ാം പിണറായി സർക്കാരിൽ ശൈലജ മന്ത്രിയായി തുടരുമെന്നും പലരും ധരിച്ചു. എന്നാൽ അതുണ്ടായില്ല. അതിനായി പാർട്ടി പല കാരണങ്ങൾ നിരത്തി. മന്ത്രിസഭാ പുനഃസംഘടനയിലും ശൈലജയുടെ പേര് വന്നു. അവർ തിരിച്ചു വരണമെന്ന് പാർട്ടിയിലെ ചിലരെങ്കിലും ആഗ്രഹിച്ചു. അതും നടന്നില്ല. ഒടുവിൽ മാക്സസെ പുരസ്കാരം വാങ്ങാനും ശൈലജയെ പാർട്ടി സമ്മതിച്ചില്ല. എല്ലാത്തിനും വ്യക്തവും ശക്തവുമായ ന്യായീകരണങ്ങൾ CPM-നുണ്ട്. വനിതാ നേതാക്കൾ എന്താണ് CPM-ന്റെ മറ്റു നേതാക്കളുടെ മുകളിലേക്ക് വളരാത്തത്? അല്ലെങ്കിൽ അവരെ എന്താണ് CPM വളരാൻ സമ്മതിക്കാത്തത്? 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മുൻപേ കേരളമൊട്ടാകെ അലയടിക്കുകയും ചുവരിൽ നിറയുകയും ചെയ്തൊരു മുദ്രാവാക്യമുണ്ട്. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും. അതായിരുന്നു ആ വാക്യം. ഭൂരിപക്ഷ വർഗീയതയെ പോലെ തന്നെ അപകടകരമാണ് ന്യൂനപക്ഷ വർഗീയതയും എന്ന EMSന്റെ പ്രസിദ്ധമായ പ്രസ്താവനയും ധീരതയുടെ പ്രതീകമായ KR ഗൗരിയമ്മയുടെ ജനപ്രീതിയും ബലത്തിൽ ഗൗരിയമ്മയെ മുൻനിർത്തി നടത്തിയ പ്രചാരണം വിജയം കണ്ടു. ഇടതുപക്ഷം ഭൂരിപക്ഷം നേടി ഭരണത്തിലെത്തി. പക്ഷെ നേതാവിനെ തിരഞ്ഞെടുക്കാൻ CPM നിയമസഭാ കക്ഷിയോഗം ചേർന്നപ്പോൾ കേരള നാടിന്റെ ഭരണ സാരഥ്യം ഗൗരിയമ്മയ്ക്ക് നിഷേധിക്കപ്പെട്ടു. അരൂരിൽ നിന്നും വിജയിച്ച ഗൗരിയമ്മയെ അരികിലേക്ക് മാറ്റി തൃക്കരിപ്പൂരിൽ നിന്നും വിജയിച്ച EK നയനാർ അങ്ങനെ മുഖ്യമന്ത്രിയായി. വ്യവസായ മന്ത്രി എന്ന പദവി കൊണ്ട് തൃപ്തിപ്പെടാനായിരുന്നു അന്ന് ഗൗരിയമ്മയുടെ വിധി. EMSന്റെ നമ്പൂതിരി മേധാവിത്വമാണ് ഈഴവ സമുദായക്കാരിയായ തന്റെ മുഖ്യമന്ത്രി സാധ്യത തള്ളിക്കളഞ്ഞതെന്ന് മരണം വരെ ഗൗരിയമ്മ വിശ്വസിച്ചു. 87 നീതി നിഷേധിക്കപ്പെട്ടതിന്റെ ചൊരുക്ക് കൂടി തീർക്കാനാണ് ഗൗരിയമ്മ പിന്നീട് പാർട്ടിയിലെ അച്ചടക്കമില്ലാത്ത പ്രവർത്തകയായി മാറി നടപടി ഏറ്റുവാങ്ങിയതും JSS എന്നൊരു പാർട്ടി രൂപീകരിച്ച് വെല്ലുവിളിച്ചതും എന്നും കാണാം. അവസാന നാളുകളിൽ വീണ്ടും സഹയാത്രയായെങ്കിലും CPM-ലെ പുരുഷ മേധാവിത്വത്തെ ചട്ടക്കൂടിനുള്ളിൽ അവർക്ക് ഒരിക്കലും ആഗ്രഹിച്ച പരിഗണന ലഭിച്ചില്ല. KR ഗൗരിയമ്മയ്ക്ക് മുഖ്യമന്ത്രി കസേര നിഷേധിച്ചതിന്റെ പേരിൽ 87 മുതൽ പഴി കേൾക്കാൻ തുടങ്ങിയ CPM-ന് 96 അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പേരുദോഷം മാറ്റാനൊരു അവസരം ഒരുങ്ങിയതാണ്.
VS അച്യുതാനന്ദനെ മുൻനിർത്തിയായിരുന്നു അത്തവണ തിരഞ്ഞെടുപ്പ് പ്രചാരണം. EK നായനാർ മത്സരിച്ചതുമില്ല. പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അച്യുതാനന്ദൻ 1965 വോട്ടിന് മാരാരിക്കുളത്ത് പരാജയപ്പെട്ടു. LDFന് ഭൂരിപക്ഷം ലഭിക്കുകയും അച്യുതാനന്ദൻ തിരഞ്ഞെടുക്കപ്പെടാതെ വരികയും ചെയ്തപ്പോൾ സ്വാഭാവികമായും എല്ലാവരുടെയും കണ്ണുകൾ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിലേക്ക് തിരിഞ്ഞു. അത് മറ്റാരുമായിരുന്നില്ല, എക്കാലത്തെയും മികച്ച കമ്മ്യൂണിസ്റ്റുകാരനായി അറിയപ്പെട്ടിരുന്ന AK ഗോപാലന്റെ ഭാര്യ സുശീല ഗോപാലനായിരുന്നു. മുൻപ് 3 തവണ തിരഞ്ഞെടുപ്പ് വിജയിച്ച ലോക്സഭാ അംഗമായിട്ടുള്ള സുശീല മുഖ്യമന്ത്രിയായി എന്ന് തന്നെ എല്ലാവരും കരുതി. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി കൂടിയപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത EK നായനാരെ മുഖ്യമന്ത്രിയാക്കാനാണ് തീരുമാനമുണ്ടായത്. സെക്രട്ടേറിയറ്റിൽ വോട്ടെടുപ്പ് ഉണ്ടായെങ്കിലും ഒരു വോട്ടിന് നായനാർക്ക് ഭരണസാരഥ്യം ലഭിച്ചു. സുശീലയെ വെട്ടാൻ അന്ന് മുൻകൈയെടുത്തത് ആലപ്പുഴ ജില്ലക്കാരൻ തന്നെയായ VS ആണ് എന്നത് പാർട്ടിയിൽ നിന്നും തന്നെ ആരോപണം ഉയർന്നു വന്നു. മുഖ്യമന്ത്രിയായ ശേഷം നായനാർ തലശ്ശേരി മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച നിയമസഭയിലേക്ക് എത്തി. CPMന്റെ വനിതകളെ ഒതുക്കൽ തന്ത്രത്തിലെ രണ്ടാമത്തെ ഇരയും മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രിയായി അരികുവൽക്കരിക്കപ്പെട്ടു. ഒന്നാം പിണറായി സർക്കാരിലെ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റിയ KK ശൈലജയും കേരളം ഭാവി മുഖ്യമന്ത്രിയായി പ്രതീക്ഷിച്ചു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജയ്ക്ക് സീറ്റ് നിഷേധിക്കാൻ CPMൽ ചില കരുനീക്കങ്ങളുണ്ടായി. പക്ഷേ ശൈലജയെ മാറ്റി നിർത്തുന്നത് CPMനെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നും രണ്ടാമതൊരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകാനുള്ള മോഹവുമായി മത്സരിക്കുന്ന പിണറായിയുടെ സാധ്യത ഇല്ലാതാക്കുമെന്നും കണ്ട CPM അവർക്ക് മട്ടന്നൂരിൽ ഒരു സീറ്റ് അനുവദിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷവുമായി തെരഞ്ഞെടുപ്പ് വിജയിച്ച ശൈലജയെ മുഖ്യമന്ത്രിയാക്കിയില്ലെന്നതോ പോകട്ടെ, മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ പോലും പാർട്ടി ഇഷ്ടപ്പെട്ടില്ല. ശൈലജയെ ഒഴിവാക്കാൻ വേണ്ടി പുതിയൊരു തന്ത്രമാണ് മുന്നോട്ട് വെച്ചത്. പിണറായി ഒഴികെ മന്ത്രിസഭയിലെ CPM അംഗങ്ങൾ എല്ലാവരും പുതുമുഖങ്ങളായിരിക്കണമെന്ന പദ്ധതി വിജയിച്ചു. ശൈലജ മന്ത്രിസഭയിൽ നിന്നും പുറത്തായി. വീണ്ടും മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ നിയമസഭയിൽ നിന്നും തന്നെ ശൈലജയെ പുറത്താക്കാനുള്ള നീക്കം CPM തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്.